വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അസമിലും മേഘാലയയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ 19,000-ലധികം ആളുകൾ ഇപ്പോൾ ദുരിതത്തിൽ പെട്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. 3000 വീടുകൾക്ക് കേടുപാടും സംഭവിച്ചു. വിനിത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെ പ്രശ്നമാണ് എന്നാണല്ലോ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും എസ്കേൻ, കഴിഞ്ഞ 4 ദിവസമായി അസം, മണിപ്പൂർ, ത്രിപുര, ആന്ധ്രാപ്രദേശ്, മിസോറാം, നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇതുവരെ നമുക്ക് ഇന്നലെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മഴക്കെടുതിയിൽ ഇതിനോടകം 34 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുമെന്നൊക്കെ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്നും ഈ IMDയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അത് മിസോറാമിലും ഒപ്പം തന്നെ അസമിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കമുണ്ടായ മഴ കൂടുതൽ ശക്തമായതോടുകൂടി ബ്രഹ്മപുത്ര അടക്കമുള്ള നദികൾ അപകടനിലയ്ക്ക് മുകളിൽ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. അസമിലും സിക്കിമിലും അടക്കം വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈ മണ്ണിടിച്ചിലിലും മഴക്കെടുതിയിലുമാണ് 34 പേർക്ക് കഴിഞ്ഞ ദിവസം ഈ 4 ദിവസത്തിനിടയിൽ അവർക്ക് ജീവൻ നഷ്ടമായത്. ഒപ്പം തന്നെ ഈ പുറത്തു നിന്നൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളുണ്ട്, അതത് മേഖലയിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഇവർ പല മേഖലകളിലായി വെള്ളക്കെട്ടിലൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ തന്നെ വ്യോമസേനയുടെ ഉൾപ്പെടെ സഹായത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണിപ്പൂരിലെ വിവിധ മേഖലകളിൽ, താഴ്ന്ന മേഖലകളടക്കം, അതായത് ഇംഫാൽ ഈസ്റ്റ്, വെസ്റ്റ്, സേനാപതി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. 19,000-ലധികം ആളുകളെയാണ് മണിപ്പൂരിൽ മാത്രം മഴക്കെടുതി ബാധിച്ചത്. അസമിൽ 10,000-ലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി, അത് മണിപ്പൂരിലെ മാത്രം കണക്കുകൾ വരുമ്പോൾ 3000-ലധികം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായെന്നാണ് നമുക്ക് മണിപ്പൂരിലെ മാത്രം കണക്കുകൾ വരുന്നത്. മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ആ കണക്കിന്റെ വ്യാപ്തി കൂടുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ ഈ മഴ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രം അതീവ ഗൗരവമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പ്രളയം കെടുതി ബാധിച്ച മേഖലകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സഹായം നൽകുമെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു വിനീത VG.